തിരുവനന്തപുരം ആനയറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ആ പരാതി കൂടി എത്തിയിരിക്കുന്നത്. മേൽശാന്തിയുടെ പരാതിയാണിപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ജനം TV സെറ്റിട്ട വാർത്തയായിരുന്നു അതെന്ന കടകംപള്ളിയുടെ വാദങ്ങൾ അമ്പെ പൊളിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് പ്രശാന്ത് ശങ്കരമംഗലത്തിലേക്കാണ് ഇനി പോകേണ്ടത്. പ്രശാന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ പ്രതികരണം എന്ന് പറയുന്നത് അന്ന് ഈ വിഷ്ണു പോറ്റിയുടെ സുഹൃത്തിൻ്റെതായിരുന്നു. അദ്ദേഹം അന്ന് കൃത്യമായ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. ആ വാർത്തയാണ് ശരിക്കും കടകംപള്ളി സുരേന്ദ്രനെ പ്രകോപിപ്പിച്ചത്. പ്രശാന്ത്, അന്ന് ആ പ്രതികരണം നടത്തിയ ആളെ നമ്മൾ സെറ്റിട്ടിറക്കിയതാണ് എന്നായിരുന്നു കടകംപള്ളി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മൾ സെറ്റിട്ടിറക്കിയ വാർത്ത എന്ന് പറഞ്ഞു വെച്ചു. എന്തായാലും നമ്മൾ അന്ന് എന്താണോ കണ്ടത് അവിടെ രാഷ്ട്രീയം മാറി നിൽക്കും. രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി കാര്യങ്ങളായി തന്നെ പ്രേക്ഷകരെ അറിയിച്ചപ്പോൾ അത് കടകംപള്ളി സുരേന്ദ്രന്റെ പൊള്ളി അല്ലേ പ്രശാന്ത്? രാഖി, ജനം ടിവിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്ത തരത്തിലായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നത്. ഏതോ ശാന്തി എന്ന് പറയുന്ന ഒരാളെ നമ്മൾ സെറ്റിട്ടിറക്കി എവിടെയോ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ആരാണ് ആ ശാന്തി എന്ന തരത്തിൽ ചോദ്യം ഉന്നയിച്ചു. മാത്രമല്ല, ആ ക്ഷേത്രത്തിലെ രണ്ടുപേർ, അതായത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് രണ്ടുപേരാണ്. ഒന്ന് ഈ ആത്മഹത്യ ചെയ്ത മേൽശാന്തിയുടെ സുഹൃത്തായിരുന്നു. രണ്ടാമത്തെ ആൾ ആ ക്ഷേത്രത്തിലെ തന്നെ ഭാരവാഹിയായിട്ടുള്ള ആൾ. ഈ രണ്ടുപേരുടെ പ്രതികരണങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത ക്യാരി ചെയ്തത്, ഈ വാർത്ത ഓണർ ചെയ്തത്. അതിനെ തുടർന്നാണ് കടകംപള്ളിയുടെ പരാമർശങ്ങൾ ഉണ്ടാകുന്നത്, വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. കടകംപള്ളി പറയുന്നത് ഇതിൽ രണ്ടാമത്തെ ആൾ ആ ക്ഷേത്രത്തിൽ തന്നെ കമ്മിറ്റി അംഗമാണെന്ന് കാണുന്നിരിക്കെ അദ്ദേഹം BJPയുടെ പ്രവർത്തകരാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ നിസ്സാരവൽക്കരിക്കുകയും അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങൾ ചൊരിയുകയും ചെയ്തത്. നമ്മുടെ വിശ്വാസ്യതയൊക്കെ തന്നെ ചോദ്യം ചെയ്ത തരത്തിൽ അദ്ദേഹം പറഞ്ഞു. വളരെ പരുഷമായ രീതിയിൽ പറയുകയും ചെയ്തു. നമുക്കറിയാം, ഈ തുടക്കത്തിൽ തന്നെ നിരവധി പേർ നമ്മുടെ ഫോണിലൂടെയും അല്ലാതെയും ഒക്കെ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്നാൽ ആ സംസാരിച്ചവരാരും മൈക്കിന് മുന്നിൽ, അതായത് മീഡിയയ്ക്ക് മുന്നിൽ അഡ്രസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത്. കാരണം അപ്പുറത്തുള്ളത് വളരെ ശക്തരായ ചിലരാണ്. കടകംപള്ളി സുരേന്ദ്രനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരുമാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും നമ്മളോട് ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാതെ കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിച്ചത്. അത് തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ സെറ്റിട്ട വാർത്തയാക്കി മാറ്റിയത് എന്നുള്ളതാണ്. തിരുവനന്തപുരം ആനയറ മുല്ലൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച് കടകംപള്ളി സുരേന്ദ്രൻ പ്രതിരോധത്തിലായപ്പോൾ, ജനം ടിവിയുടെ വാർത്ത അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കിയപ്പോൾ അദ്ദേഹം അത് സെറ്റിട്ട വാർത്തയാക്കി. എന്തായാലും ഇപ്പോൾ വിഷ്ണു പോറ്റിയുടെ ഭാര്യയുടെ പരാതി തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്ക് എത്തിയതോടുകൂടി ഇനി കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറയുക, നമുക്ക് കാത്തിരിക്കാം.